അങ്ങനെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിയേക്കോട്ടോ. അതെ അമ്മമാരൊക്കെ കയറിപ്പോയി. വേണ്ട മേളിലേക്ക് നോക്കിയേ, ആകാശത്തുനിന്ന് വെള്ളം ചാടുന്ന പോലെ തോന്നുന്നില്ലേ? ഇനി താഴത്തേക്ക് വരാൻ പറ്റുമോ പണി പാടും. ഇതാണ് കേരളത്തിലെ വൻ സ്ഫോടന വസ്തു. ഇറ്റ്സ് വെരി ഡേഞ്ചർ. ചേട്ടായി കേട്ടോ ഇതിന്റെ പൊക്ക ഹൈറ്റ് ഒക്കെ മഴയിൽ ചെറുതായിട്ട് കാണാം. മലയഞ്ചിക്ക് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തും നമ്മൾ മേടിൽ ചെന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ച് സെറ്റായിട്ടാട്ടോ. ഹായ് നമസ്കാരം. അപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലായി കാണും, മലയഞ്ചിയാണ് കേട്ടോ. എൻ്റെ സ്വന്തം നാടാണ് കേട്ടോ. അപ്പോൾ തൊടുപുഴയിൽ നിന്നൊരു 10-27 കിലോമീറ്റർ ഉള്ളൂ. ഈ സ്ഥലം എല്ലാവരും വന്ന് ഷൂട്ട് ചെയ്യാറൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മളിന്ന് പോകുന്നത് ഇന്ന് വരെ ആരും പോകാത്ത അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കിടിലൻ വെള്ളച്ചാട്ടം നമ്മുടെ ഈ മലയഞ്ചി തന്നെയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ആസ്വദിക്കുന്നുള്ളവർ ഈ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കട്ടോ. അപ്പോൾ ചേട്ടനെ വിളിക്കുക, ചേട്ടൻ വരുന്നതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി എന്തെങ്കിലും സംശയമുള്ളവർ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ ഒരു ഗൈഡായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മലയഞ്ചിൽ എത്തിയിട്ടോ. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അതേ പള്ളിയും അമ്പലവും റോഡിൻ്റെ ഇരുവശത്തായിട്ടുള്ള ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് കാണുന്നത്. ഒരുപാട് ലാഗടിപ്പിക്കാതെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുക. അപ്പോൾ ടാറിങ് തീരുന്നിടത്തുനിന്ന് ഇങ്ങനെ ഒരു ബോർഡ് കാണും, ഒരു കോൺക്രീറ്റ് റോഡ് കാണും. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിക്കുക. ഒരു മനോഹരമായ പുഴയൊക്കെ കിടന്ന് നമ്മൾ ഇനിയും മുന്നോട്ട്. ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ എന്തായാലും മുകളിലേക്ക് നടക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്പോട്ടിലെത്തുവേ. ജീവനുണ്ടോ? ഇപ്പൊ എനർജി കുറഞ്ഞിരിക്കുക. പക്ഷെ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് എനർജി കൂടും. നാട്ടിലൊന്നും കാണാൻ അങ്ങനെ തയ്യാറായിട്ടുള്ള സാധനമല്ലേ. കാരണം ഇത് ഇവിടെയാണ് ഗൈസ് നിൽക്കുന്നത്. ഇതേ നിൽക്കുന്നത് കാണിച്ചു കൊടുത്തരാ. അത് ആഴമല്ലേ അനീഷേ? ആഴം. ഇതിൽ നിന്ന് നമ്മൾ ചെത്തിക്കഴിഞ്ഞാൽ ഈ മറ്റേ തെങ്ങിൽ നിന്നും പനയെന്നൊക്കെ കിട്ടുന്ന പോലെ കള്ള് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലെ കള്ളൊക്കെ കുടിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീടാ നോക്കണേ. എടാ ചോരോന്നാ ബെസ്റ്റ് തുടക്കം. അപ്പം നമ്മുടെ ആളുകളുടെ സ്ഥലങ്ങളൊക്കെ തീർന്നു കേട്ടോ. അത് വേർതിരിക്കുന്ന ഒരു ജണ്ടയും കണ്ടിട്ടുണ്ട്. ഈ യാത്രയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉപദ്രവകാരികളല്ലാത്ത ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഡിസൈനുള്ള മരം അല്ലേ? ഡിസൈൻ കൊലുമ്പനാണ്. എന്ത് രസം നോക്കി. എന്റെ മോനെ ഇത് ഇച്ചിരി വിഷയമാണ് കേട്ടോ. ഇതിന്റെ ടോപ്പ്. ഇപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തതിന് ഫലം കണ്ട് ഇതേ കറക്റ്റ് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടത് ഉണ്ടോ. കറക്റ്റ് ആകാശത്തുനിന്ന് വെള്ളം ചാടുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ നമ്മളിവിടെ നിന്ന് കുളിച്ചതൊക്കെ ആട്ടോ. പക്ഷേ ഇന്ന് വെള്ളം കുറവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം. നല്ല ഒരു ദിവസം ഓഫ് ദിവസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരിക. മലയിഞ്ചി ചേലകാടിന് മുകളിലാണ് കേട്ടോ സ്ഥലം. പാണഞ്ചാടി മലയിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ലൈവായിട്ട് കിട്ടിയതാട്ടോ. അതെ എന്റെ പൊന്ന് ഇച്ചിരിയും കൂടി വിഷലാ. നമ്മളൊന്നും ഇഷ്ടപ്പെടാതെ ഒരു ടീം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേനും പുള്ളി ചാടി ഇറങ്ങി ഒറ്റ ഓട്ടം കണ്ടോ. ഇവിടുന്ന് നമ്മൾ വന്ന് അപ്പോൾ നിങ്ങൾ കൂട്ടുകാരൊക്കെ അടിച്ച് പൊളിക്കാനായിട്ടൊരു വെറൈറ്റി സ്പോട്ട് തപ്പുന്നവരാണോ എന്ന ഒട്ടും മടിക്കണ്ട, നേരെ മലയഞ്ചിക്ക് വന്നാൽ മതി കേട്ടോ. വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് നോക്കിയപ്പോഴാണ് ദേണ്ടവനടാ ആ കിടിലനൊരു മഴ. അപ്പോൾ തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് നേരെ താഴത്തേക്ക് പോരുവാണ് കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ കാലാവസ്ഥയൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ വരാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റും ഷെയറും ചെയ്യണേ. അതോടൊപ്പം നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചെറിയൊരു ചാനൽ നിങ്ങൾ ഫോളോ കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ശരി എന്നാൽ.